phosphorescence. If a system absorbs radiant energy and then emits it partly or completely after a time lag as radiation of a different frequency, this phenomenon is called phosphorescence. അതായത് ഒരു സിസ്റ്റം റേഡിയന്റ് എനർജി അബ്സോർബ് ചെയ്തതിനു ശേഷം അതിന്റെ എമിഷൻ പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി ആയിട്ട് കുറച്ച് ടൈമിന് ശേഷമാണ് എമിറ്റ് ചെയ്യുന്നത് നടക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫോസ്ഫോറസൻസ്. അല്ലെങ്കിൽ luminescence delayed by more than 10⁻⁷ second after excitation can be referred as phosphorescence. ഈ എക്സൈറ്റേഷൻ നടന്നതിന് ശേഷം 10⁻⁷ സെക്കൻഡ് കഴിഞ്ഞിട്ട് 10⁻⁷ സെക്കൻഡിനേക്കാൾ കൂടുതൽ ലൂമിനസെൻസ് ഡിലേ ആവുകയാണെങ്കിൽ അതിന് ഫോസ്ഫോറസൻസ് എന്ന് പറയും. Phosphorescent emission continues for some time even after the source of exciting radiation is removed. Source of exciting radiation നടക്കാനുള്ളതിന്റെ സോഴ്സ് അവിടെ നിന്നും റിമൂവ് ചെയ്താൽ പോലും ഈ ഫോസ്ഫോറസന്റ് എമിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് മെയിൻലി എക്സിബിറ്റഡ് ബൈ സോളിഡ്സ്. അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് സോളിഡ്സിലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ സൾഫൈഡ് സൊല്യൂഷൻസ് ഓഫ് മെനി ഓർഗാനിക് ഡൈസ്റ്റാബ്സ് ഇൻ ഗ്ലിസറോൾ. അതിനുശേഷം അതിൽ കാണിക്കുന്നത് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ ദയർ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് S0 by light absorption raises them to some vibrational level of one of their several higher singlet states represented by S1, S2, S3. ആ പിക്ചറിൽ ഒരു S1 കൊടുത്തിട്ട് കാണാം, S0 എന്നും കൊടുത്തിട്ട് കാണാം. ആ S0 എന്ന് പറയുന്നത് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. S1 എന്ന് പറയുന്നത് സെവറൽ ഹയർ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ്, വൺ ഓഫ് ദെയർ സെവറൽ ഹയർ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ്. അത് ഈ സെവറൽ ഹയർ കുറെ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. S0ക്ക് കുറെ സെവറൽ ഹയർ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതിലൊന്നാണ് S1. അപ്പൊ ഈ മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യപ്പെടുമല്ലോ. ആ എക്സൈറ്റ് ചെയ്യുന്നത് ഈ S1ലേക്കാണ്. From the through non-radiative processes, the molecules can lose energy and eventually reach the lower vibrational level of S1. ആ S1ൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും? നോൺ റേഡിയേറ്റീവ് പ്രോസസ് നടക്കും. അപ്പം അവിടെ അവർക്ക് കുറച്ച് എനർജി ലോസ് ചെയ്യപ്പെടും. അത് കാരണം അവർ ഇവഞ്ച്വലി റീച്ച് ദ ലോവർ വൈബ്രേഷണൽ ലെവൽ ഓഫ് S1. S1ലെ ലോവർ വൈബ്രേഷണൽ ലെവലിലേക്ക് അവരെന്ത് ചെയ്യും? എത്തും. എയർ ഇട്ടിട്ട് കാണുന്നതാണ് ആ പ്രോസസ്സ്. Then they may choose to undergo a non-radiative transition with a spin change for an electron to the corresponding triplet state T1 of slightly lower energy. This S1 to T1 transition is intersystem crossing. അവരെന്ത് ചെയ്യും? അവിടുന്ന് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനിൽ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെട്ടിട്ട് അവര് S1ൽ നിന്ന് T1ലേക്ക് ട്രാൻസിഷൻ നടക്കും. ഈ T1 എന്ന് പറയുന്നത് S1 എന്ന് പറയുന്നത് ഹയർ സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ T1 എന്ന് പറയുന്നത് ലോവർ എനർജി സ്റ്റേറ്റ് ആണ്. അത് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. അതാണ് T1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഈസ് വൺ ഇൻ വിച്ച് there are two unpaired electrons with parallel spins. For each singlet excited state have corresponding triplet state having slightly lower energy. എല്ലാ സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിനും കറസ്പോണ്ട് ആയിട്ടുള്ള ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും. അവർക്ക് സ്ലൈറ്റ്ലി ലോവർ എനർജി, കുറച്ച് S1നെക്കാട്ടിയും കുറച്ച് മാത്രമേ എനർജി കുറവായിരിക്കുള്ളൂ. ഈ S1 to T1 ട്രാൻസിഷൻ എന്ന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ക്രോസിംഗ്, ISC എന്ന് നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. ആ പ്രോസസ്സസ്, ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കലി ഫോർബിഡൻ ആണ്. അത് കാരണം അതെന്തായിരിക്കും? സ്ലോ പ്രോസസ് ആയിരിക്കും. ലോസ് ഓഫ് vibrational energy may
then continue in the T1 state as the molecules descend the T1 ladder of vibrational energy. അതായത് ഈ loss of vibration may then continue in the T1 state. അതായത് ഈ T1 സ്റ്റേറ്റിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ലോവർ വൈബ്രേഷണൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ടും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേഷണൽ എനർജി ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ T1 തന്നെ ലോവർ വൈബ്രേഷണൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. Such molecules may then jump down from T1 to the ground state S0 with emission of radiation. This is phosphorus. അങ്ങനെയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് T1 നിന്ന് ജമ്പ് ചെയ്യും S0യിലേക്ക് വിത്ത് എമിഷൻ ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് S0യിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതാ ഈ T1 നിന്ന് S0യിലേക്ക് വീണ്ടും വരെ കാണാം. This T1 to S0 transition is also quantum mechanically forbidden. ആ പ്രോസസ് ട്രാൻസിഷനും T1 നിന്ന് S0യിലേക്കുള്ള ട്രാൻസിഷനും ക്വാണ്ടം മെക്കാനിക്കലി ഫോർബിഡൻ ആണ്. സോ T1 ലൈഫ് ടൈംസ് ഓഫ് മോളിക്യൂൾസ് വിൽ ബി റിലേറ്റീവ്ലി ലോങ്ങർ. T1ലുള്ള മോളിക്യൂൾസിന്റെ ലൈഫ് ടൈം എന്ത് ചെയ്യും, റിലേറ്റീവ്ലി ലോങ്ങർ ആയിരിക്കും. സോ സ്പെൻഡ് some time in T1 before jumping to S0. അപ്പോൾ S0യിലേക്ക് ജമ്പ് ചെയ്യുന്നതിന്റെ മുന്നേ അവർ കുറച്ച് ടൈം T1ൽ സ്പെൻഡ് ചെയ്യും. As a result, the emission of phosphorescent radiation is slow and delayed to some extent and then persists for some time. അത് കാരണമാണ് അവരെ എമിഷൻ ഓഫ് ഫോസ്ഫോറസെന്റ് റേഡിയേഷൻ ഈസ് സ്ലോ. ഫോസ്ഫോറസെന്റ് റേഡിയേഷന്റെ എമിഷൻ എന്തായിരിക്കണേ, സ്ലോ ആവണേ. അതുകൊണ്ട് തന്നെയാണ് ലൂമിനസെൻസും ഡിലേ ആവുന്നത്. ഈ പ്രോസസ്സിനെ പറയുന്ന പേര്, ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഫോസ്ഫോറസെൻസ്.